7 വർഷം മുമ്പ് കേരളത്തെയാകെ നടുക്കിയ ഒരു കൊലപാതകം. അതാണ് എറണാകുളം പുത്തൻവേലിക്കരയിലെ മോളി കൊലക്കേസ്. 60-കാരിയായ വീട്ടമ്മയെ പീഡനശ്രമം ചെറുക്കുന്നതിനിടെ കൊന്നതാണെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അസം സ്വദേശിയായ മുന്നേ എന്ന പരിമൾ സാഹുവാണ് കേസിലെ പ്രതി. വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയെ ഹൈക്കോടതി ശിക്ഷ റദ്ദാക്കി വെറുതെ വിട്ടിരിക്കുന്നു. ആർക്കാണ് ഈ കേസിൽ പിഴച്ചത്? മതിയായ തെളിവുകൾ ഹാജരാക്കാൻ പോലീസിനും പ്രോസിക്യൂഷനും കഴിയാതെ പോയത് എന്താണ്? ആ വാർത്തയിലേക്ക് വരും മുമ്പ് ആലപ്പുഴ ചേർത്തല നഗരത്തെ വിറപ്പിച്ച് പട്ടാപ്പകൽ നടന്ന ഗുണ്ടാക്രമണത്തിന്റെ വാർത്ത കാണാം. ഒപ്പം കൊല്ലത്ത് സദാചാര ഗുണ്ടായസത്തിലൂടെ വിദ്യാർത്ഥിനിയുടെ സ്വർണവും പണവും തട്ടിയെടുത്ത ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവിനെ കുറിച്ചുള്ള റിപ്പോർട്ടുമുണ്ട്. സ്വാഗതം പോലീസ് പട്രോളിലേക്ക്. ഗുണ്ടകളും ക്രിമിനലുകളും നാട്ടിൽ അഴിഞ്ഞാടുകയാണ്. ആലപ്പുഴ ചേർത്തലയിലാണ് ഒടുവിലത്തെ സംഭവം. ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയുമാണ് പട്ടാപ്പകൽ ഗുണ്ടാസംഘം ആക്രമിച്ചത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ആക്രമണം നടത്തിയ കാപ്പ കേസ് പ്രതി അഭിരാമിനെയും സംഘത്തെയും പോലീസ് പിടികൂടി. പ്രതികൾ ലഹരി ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. പട്ടാപ്പകൽ ചേർത്തല നഗരത്തെ വിറപ്പിച്ചായിരുന്നു ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം. നഗരഹൃദയത്തിലെ ഹോട്ടൽ ബ്രൂഫിയയിലെ ജീവനക്കാരെയും ഉടമയെയുമാണ് ഇരുചക്ര വാഹനത്തിലെത്തിയ ഗുണ്ടാ സംഘം ആക്രമിച്ചത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അഭിരാം ഉൾപ്പെടെ 3 പേർ ചേർന്നാണ് ഹോട്ടൽ ഉടമയെയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാരെയും ക്രൂരമായി മർദ്ദിച്ചത്. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച സുഹൃത്തിനെയും ഭാര്യയെയും ഹോട്ടൽ ഉടമയും സുഹൃത്തുക്കളും കളിയാക്കി എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഹോട്ടലിനകത്തേക്ക് കയറിയ അഭിരാമും ദീപേഷും ഉടമയെ പുറത്തേക്ക് വിളിച്ചിറക്കിക്കൊണ്ട് പോയ ശേഷം മർദ്ദിക്കുകയായിരുന്നു. തർക്കത്തിനിടെ അഭിരാമിനും മർദ്ദനമേറ്റിട്ടുണ്ട്. എന്നാൽ യുവതിയെ കളിയാക്കിയെന്ന് ഗുണ്ടകൾ പറയുന്നയാൾ ഹോട്ടൽ ഉടമ അല്ലെന്ന് പോലീസ് പറഞ്ഞു. തൈക്കാട്ടുശ്ശേരി സ്വദേശികളാണ് യുവതിയെ കളിയാക്കിയതായി ആരോപിക്കപ്പെടുന്നവരെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ ആക്രമണം നടക്കുന്നു എന്ന വിവരത്തെ തുടർന്ന് ഉടൻ പോലീസ് എത്തി പ്രതികളെ പിടികൂടി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുഖ്യപ്രതികളായ അഭിരാമും ദീപേഷും ലഹരി കേസ്, പോലീസിനെ ആക്രമിച്ച കേസ് എന്നിവ ഉൾപ്പെടെ 17ഓളം കേസുകളിൽ പ്രതികളാണ്. കാപ്പ ചുമത്തപ്പെട്ട ശേഷം കഴിഞ്ഞ ഓഗസ്റ്റ് 24-നാണ് ഇവർക്ക് ജില്ലയിൽ പ്രവേശിക്കാനായത്. പിന്നാലെയാണ് അടുത്ത അക്രമ സംഭവം. ന്യൂസ് 18 ആലപ്പുഴ. കൊല്ലത്ത് വിദ്യാർത്ഥിനിയെയും സുഹൃത്തിനെയും ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണവും പണവും തട്ടിയെടുത്ത ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് അറസ്റ്റിൽ. ഡിവൈഎഫ്ഐ പട്ടാഴി വടക്കേക്കര മേഖലാ പ്രസിഡന്റും KSRTCയിലെ താൽക്കാലിക ജീവനക്കാരനുമായ മനേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സദാചാര ഗുണ്ടായസത്തിലൂടെയാണ് ഇയാൾ പണം തട്ടിയെടുത്തതെന്ന് പോലീസ് അറിയിച്ചു. മനേഷിനെ ആക്രമിച്ച കേസിൽ 10 പേർക്കെതിരെയും ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശാസ്താംകോട്ട തടാക തീരത്തിരുന്ന പെൺകുട്ടിയുടെയും സുഹൃത്തിൻ്റെയും വീഡിയോ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. മനേഷ് സദാചാര ഗുണ്ടചമഞ്ഞ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും പണം നൽകിയില്ലെങ്കിൽ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്നും ഭീഷണി മുഴക്കിയതായി പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. പരാതിക്കാരനായ യാസിനും പെൺസുഹൃത്തും തടാക തീരത്തിരുന്നപ്പോൾ പ്രതി ചിത്രീകരിച്ച മൊബൈൽ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണി മുഴക്കി. തുടർന്ന് വിദ്യാർത്ഥിനിയുടെ സ്വർണ്ണമോതിരവും 500 രൂപയും കൈവശപ്പെടുത്തിയ ശേഷം ഇവരെ പറഞ്ഞുവിട്ടു. യാസീൻ പെൺകുട്ടിയെ വീട്ടിലാക്കിയ ശേഷം സുഹൃത്തുക്കളുമായി തടാക തീരത്തെത്തി മനീഷിനെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ തിരികെ വാങ്ങുകയായിരുന്നു. അക്രമം കണ്ട നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചതോടെ ശാസ്താംകോട്ട പോലീസ് സ്ഥലത്തെത്തി മനേഷിനെ അറസ്റ്റ് ചെയ്തു. സംഘം ചേർന്ന് മനേഷിനെ ആക്രമിച്ചതിന് ഇയാളുടെ പരാതിയിൽ 10 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡിവൈഎഫ്ഐ പട്ടാഴി വടക്കേക്കര മേഖലാ പ്രസിഡന്റും KSRTC താൽക്കാലിക ജീവനക്കാരനുമാണ് അറസ്റ്റിലായ മനേഷ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
ന്യൂസ് 18 കൊട്ടാരക്കര. പുത്തൻവേലിക്കര മോളി കൊലക്കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി. പ്രതി അസം സ്വദേശി പരിമൾ സാഹുവിന്റെ വധശിക്ഷയാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന കണ്ടെത്തലോടെയായിരുന്നു വിചാരണ കോടതി നേരത്തെ പ്രതിക്ക് വധശിക്ഷ നൽകിയത്. എന്നാൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ പ്രതിയെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. നാട്ടിൽ നടന്ന അതിക്രൂരമായ കൊലക്കേസിലെ പ്രതിയെ വെറുതെ വിട്ടതിന്റെ ഞെട്ടലിലാണ് പുത്തൻവേലിക്കര നിവാസികൾ. തെളിവുകളുടെ അഭാവത്തിലാണ് പുത്തൻവേലിക്കര മോളി കൊലക്കേസിലെ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി റദ്ദാക്കിയത്. അസം സ്വദേശിയായ പരിമൾ സാഹുവിനെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വെറുതെ വിട്ടത്. പ്രതി കൃത്യം നടത്തിയത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി വിലയിരുത്തി. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ ശിക്ഷിക്കാൻ പര്യാപ്തമല്ലെന്നും കോടതി പറഞ്ഞു. പോലീസ് ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ ഉതകുന്നതല്ല എന്നും ഉത്തരവിലുണ്ട്. ജയിലിൽ കഴിയുന്ന പ്രതിയെ മറ്റു കേസുകളില്ലെങ്കിൽ ഉടൻ മോചിപ്പിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. മാർച്ച് 18 രാത്രിയിലായിരുന്നു കൊലപാതകം നടന്നത്. പുത്തൻവേലിക്കര സ്വദേശിനി 60 വയസ്സുള്ള മോളി പടയാട്ടിൽ പീഡനശ്രമത്തിനിടെ കൊല്ലപ്പെടുകയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഭിന്നശേഷിക്കാരനായ മകനൊപ്പമാണ് മോളി താമസിച്ചിരുന്നത്. 1.5 ഏക്കറോളമുള്ള പറമ്പിന്റെ നടുവിലായിരുന്നു ഇവരുടെ വീട്. വീടിന്റെ പിറകുവശത്തുള്ള ഓടിട്ട കെട്ടിടത്തിലാണ് മുന്ന എന്ന പരിമൾ സാഹുവും സുഹൃത്തുക്കളും വാടകയ്ക്ക് താമസിച്ചിരുന്നത്. സമീപത്തെ ഒരു കോഴിക്കടയിലെ ഡ്രൈവറും ഇറച്ചിവെട്ടുകാരനുമായി ജോലി ചെയ്യുകയായിരുന്നു സാഹു. നന്നായി മലയാളം സംസാരിക്കുന്ന പരിമൾ സാഹു ഈ വീട്ടുകാരുമായി നല്ല അടുപ്പത്തിലായിരുന്നു. കൊലപാതക ദിവസം രാത്രിയിൽ ഇയാൾ മദ്യലഹരിയിലായിരുന്നു. രാത്രി 1:30 മദ്യപിച്ചെത്തിയ പരിമൾ സാഹു മോളിയുടെ വീടിന്റെ സിറ്റൌട്ടിലെ ബൾബ് ഊരി മാറ്റിയ ശേഷം കോളിംഗ് ബെല്ലടിച്ചു. വാതിൽ തുറന്ന മോളിയെ വീട്ടിനുള്ളിലേക്ക് തള്ളിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. എതിർത്തപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊന്നു എന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. ബലപ്രയോഗത്തിനിടെ പ്രതിയുടെ ശരീരത്തിൽ മോളി കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. മരണം ഉറപ്പാക്കാൻ വേണ്ടി വീടിന് മുൻവശത്ത് അലങ്കാരമായി ഇട്ടിരുന്ന വെള്ളാരം കല്ലെടുത്ത് തലക്കടിച്ചു. കൊലയ്ക്ക് ശേഷം മൃതദേഹം ഹാളിലൂടെ വലിച്ചിഴച്ച് കിടപ്പുമുറിയിൽ കൊണ്ടിടുകയായിരുന്നു. മോളി കൊല്ലപ്പെട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2021 മാർച്ചിലാണ് പ്രതിക്ക് വധശിക്ഷ നൽകി പറവൂർ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. ഇതിനെതിരെ പ്രതി നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയത്. പരിമൾ സാഹുവാണ് കുറ്റകൃത്യം നടത്തിയത് എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. കേസിൽ മതിയായ തെളിവുകൾ ഹാജരാക്കുന്നതിൽ പോലീസിനുണ്ടായ വീഴ്ച രൂക്ഷമായ വിമർശനത്തിനും കാരണമായി. ന്യൂസ് 18 കൊച്ചി. ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രണയവും സംരക്ഷണവും നടിച്ച് അടുത്തുകൂടുന്ന പലരും പെൺമക്കളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് വീട്ടമ്മമാർ തിരിച്ചറിയുന്നത് വൈകിയാകും. സമീപകാലത്ത് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത്. കൊല്ലം ചടയമംഗലത്തെ ജയദാസൻ എന്നയാൾ 2 പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസ് ഈ ഗണത്തിൽപ്പെട്ടതാണ്. ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിക്കുകയും നവജാത ശിശുവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഇയാൾക്ക് ഒടുവിൽ കോടതി കടുത്ത ശിക്ഷ തന്നെ വിധിച്ചു. 2012 നടന്ന സംഭവത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് കൊട്ടാരക്കര കോടതി പ്രതിക്ക് ശിക്ഷ വിധിച്ചത്. ഭർത്താവ് നഷ്ടമായ യുവതിയുടെ വീട്ടിൽ സഹായിയായി കൂടിയ ജയദാസൻ കുട്ടികളെ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. ഒടുവിൽ മൂത്ത പെൺകുട്ടി ഗർഭിണിയായ വിവരം നാട്ടുകാരിൽ നിന്ന് മറച്ചുവെക്കുകയും 2013 പെൺകുട്ടി വീട്ടിൽ പ്രസവിച്ചപ്പോൾ നവജാത ശിശുവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. പ്രസവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പ്രതി പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു? ഈ കുഞ്ഞിനെ തുണി വെച്ച് പൊതിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. കാരണം അത്ര നല്ല ക്രൂരമായാണ് ചെയ്തത്. കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ സഹോദരൻ ഇത് കണ്ടുകൊണ്ടിരിക്കുക. സഹോദരൻ ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മ ഇതുപോലെ ഒഴിവാ, ഇതുപോലെ ചേച്ചിക്ക് വേറെ എടുക്കുന്നു, കുഞ്ഞ് താണ്ട് വെളിയിൽ വന്നു. അപ്പോൾ അവിടെ കൊച്ചച്ചൻ ഇതുപോലെ അതിനെ തുണി വെച്ച് പൊതിഞ്ഞായിട്ട് ചെയ്യുന്നുണ്ടോ. അവർ ഓടി വന്നപ്പം അതായത് പുക്കിൽ കൂടി കട്ട് ചെയ്തിട്ടില്ല, കട്ട് ചെയ്യാതെ തന്നെ ഇത് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീ ഓടി വിട്ട് വന്നിട്ട് അയാളെ തട്ടി മാറ്റിയിട്ട് അവരെന്ത് ചെയ്തു? പെട്ടെന്ന് ഇരുമ്പോ ഏതാണ്ട് വെച്ച് പുക്കിൽ കൂടി വേർപെടുത്തി കൊച്ചിനെ തുടച്ചെടുത്തു. പെൺകുട്ടിയെയും കുഞ്ഞിനെയും ആശുപത്രിയിലെത്തിക്കാൻ എന്ന വ്യാജേന ഇയാൾ കുടുംബത്തെ എരുമേലിയിൽ കൊണ്ടുചെന്ന് പാർപ്പിക്കുകയായിരുന്നു.
ഒരു ദിവസം പെൺകുട്ടി പീഡനം ചെറുത്തതോടെ പ്രകോപിതനായ പ്രതി അടിവയറ്റിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് പീഡന വിവരങ്ങൾ പെൺകുട്ടികൾ തുറന്നു പറഞ്ഞത്. ഹോസ്പിറ്റലിൽ നിന്ന് കേസായപ്പോഴാണ് ഡോക്ടർമാരുടെ വിവരങ്ങളെല്ലാം പറയുന്നത്. കാരണം അത്രയും പീഡനം സഹിക്കാതെ വന്നപ്പോഴാണ് ഡോക്ടർ വിവരങ്ങൾ പറഞ്ഞു ഇതുപോലെ 2012 കാലയളവ് മുതൽ ഞങ്ങളെ രണ്ടുപേരെയും ഇങ്ങനെ പീഡിപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്കൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി എനിക്കുള്ള പ്രായപൂർത്തി, അതായത് 18 വയസ്സാകുന്ന മുമ്പേ ഉണ്ടായ കുട്ടിയാണെന്ന്. എന്നിട്ട് അവിടെ നിന്ന് ആരും അറിയാതെ ഇയാളുടെ ഭീഷണി മൂലമാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഇപ്പോഴും എന്നെ കൊല്ലാൻ നടക്കുകയാണെന്നും പറഞ്ഞു. അങ്ങനെയാണ് അവിടുത്തെ പോലീസുകാർ ആ കേസിന് 307 കേസെടുത്ത് കോട്ടയം ജില്ലാ കോടതി അതിനകത്ത് ശിക്ഷിക്കപ്പെട്ടു. പെൺകുട്ടിയുടെ അനുജത്തിയെയും പ്രതി പീഡിപ്പിച്ചതായി തെളിഞ്ഞു. സംഭവത്തിൽ ചടയമംഗലം പോലീസ് കേസ് വിശദമായി അന്വേഷിക്കാൻ കോട്ടയം ജില്ലാ കോടതി ഉത്തരവിടുകയായിരുന്നു. വിയ്യൂർ ജയിലിൽ പ്രതി വിചാരണ തടവുകാരനായി കഴിഞ്ഞു വരവെയാണ് കൊട്ടാരക്കര കോടതി കുറ്റക്കാരനായി കണക്കാക്കുകയും വിധി പുറപ്പെടുവിക്കുകയും ചെയ്തത്. പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 17 വർഷം കഠിന തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കൊട്ടാരക്കര അതിവേഗ കോടതി ജഡ്ജി TD ബൈജുവാണ് ശിക്ഷ വിധിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷുഗൂഡി തോമസ് ഹാജരായി. രണ്ടാമത്തെ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസും കൊട്ടാരക്കര കോടതിയിൽ വിചാരണയിലാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. കാസർഗോഡ് വിദ്യാർത്ഥിയെ സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമം. അക്രമിയെ ഹെൽമറ്റ് കൊണ്ട് പ്രതിരോധിച്ചാണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത്. സംഭവത്തിൽ മേൽപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. റോഡരികിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി. അക്രമിയെ ഹെൽമറ്റ് കൊണ്ട് അടിച്ച ശേഷം ഓടി രക്ഷപ്പെട്ട വിദ്യാർത്ഥി വിവരം വീട്ടുകാരെ അറിയിച്ചു. തുടർന്ന് മേൽപ്പറമ്പ പോലീസിൽ പരാതി നൽകി. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവം. ബസ് കാത്തു നിൽക്കുകയായിരുന്ന 16-കാരനായ വിദ്യാർത്ഥിയോട് സ്കൂട്ടറിലെത്തിയ ആൾ വഴി ചോദിച്ചു. വഴി പറഞ്ഞു നൽകിയെങ്കിലും ഇയാൾ തൃപ്തനായില്ല. വഴി കാണിച്ചു കൊടുക്കാനെന്ന വ്യാജേന ഇയാൾ വിദ്യാർത്ഥിയെ നിർബന്ധിച്ച് സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് വിജനമായ സ്ഥലത്തെ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതോടെയാണ് ഹെൽമറ്റ് എടുത്ത് അക്രമിയെ അടിച്ച ശേഷം വിദ്യാർത്ഥി ഓടി രക്ഷപ്പെട്ടത്. തൊട്ടു പിന്നാലെ അക്രമിയും സ്കൂട്ടറിൽ രക്ഷപ്പെട്ടുവെന്നാണ് പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. കൊട്ടാരക്കര കോടതിയിൽ നിന്ന് പോക്സോ കേസ് പ്രതി ചാടിപ്പോയി. ഇളമാട് സ്വദേശി അബിൻ ദേവാണ് ഓടി രക്ഷപ്പെട്ടത്. പോക്സോ കേസിൽ ജാമ്യം ലഭിക്കാതെ വന്നതോടെ ഇയാൾ കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇയാളെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം തുടങ്ങി. കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. 11 മണിയോടുകൂടി കോടതി നടപടികൾ നടന്നു വരവെയാണ് കോടതിയിൽ എത്തിയ പോക്സോ കേസ് പ്രതി കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതിക്കെതിരെ കൊട്ടാരക്കര പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇളമാട് സ്വദേശിയായ അബിൻ ദേവാണ് കോടതിയിൽ നിന്നും ഓടി രക്ഷപ്പെട്ടത്. സംഭവത്തിൽ 2024 കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇയാൾക്കെതിരെ ഉണ്ടായ കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വിചാരണ കൊട്ടാരക്കര ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ നടന്നു വരവെയാണ് ഇയാൾ കോടതിയിൽ ഹാജരായത്. ഇടക്കാലങ്ങളിലൊന്നും തന്നെ കോടതിയിൽ ഹാജരാകാതെ ഇരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ കോടതി വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. വാറണ്ട് നിലനിൽക്കെയാണ് മറ്റൊരു അഭിഭാഷകന്റെ സഹായത്തോടു കൂടി ഇയാൾ കോടതിയിൽ ഹാജരായത്. കോടതി ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് കോടതി ഇയാളോട് അങ്ങോട്ട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഈ മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് ഇയാൾ പിന്നിലേക്ക് നടന്ന് പടവുകൾ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. സംഭവത്തിൽ കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി ഇയാൾക്കെതിരെ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും കോടതി ഇയാൾക്കെതിരെ വാറണ്ട് പുറപ്പെടുവിച്ച ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്.
സ്ത്രീകളുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവരും നാട്ടിൽ ഏറെയാണ്. ഇത്തരക്കാർക്ക് ഒരിക്കൽ കൂടി താക്കീത് നൽകുന്നതാണ് തൃശൂർ വടക്കാഞ്ചേരി കോടതിയുടെ വിധി. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട യുവതിയെ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തെന്ന കേസിൽ പ്രതിയായ യുവാവിനെ കോടതി വെറുതെ വിട്ടു. വരവൂർ പിലക്കാട് സ്വദേശി മഹേഷിനെയാണ് കോടതി വെറുതെ വിട്ടത്. എറണാകുളം സ്വദേശിനിയായ യുവതിയായിരുന്നു പരാതിക്കാരി. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട് പ്രണയം നടിച്ച് യുവതിയെ വരവൂർ പിലക്കാട് എത്തിച്ചുവെന്നും പിന്നീട് ഷൊർണൂരിലെയും ചെറുതുരുത്തിയിലെയും വിവിധ ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. എതിർത്തപ്പോൾ വടികൊണ്ട് ശാരീരികമായി ഉപദ്രവിച്ച് പരുക്കേൽപ്പിച്ചതായും യുവതി എരുമപ്പെട്ടി സ്റ്റേഷനു നൽകിയ പരാതിയിൽ ആരോപിച്ചു. കേസിൽ പ്രതി വരവൂർ പിലക്കാട് സ്വദേശി 25-കാരനായ മഹേഷ് കുറ്റക്കാരനല്ലെന്ന് കണ്ടാണ് വടക്കാഞ്ചേരി പോക്സോ കോടതി വെറുതെ വിട്ടത്. സ്റ്റേഷനിൽ പോയപ്പോൾ നമ്മുടെ ഭാഗം കേൾക്കാനോ കാര്യങ്ങളൊന്നും അവർ തയ്യാറല്ലായിരുന്നു. പിന്നെ സാറിൻ്റെ അടുത്ത് കേസ് ഏൽപ്പിച്ചതിന് ശേഷം എൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ദൈവം നമ്മുടെ കൂടെ, സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് രക്ഷപ്പെട്ടു. യുവതിയുടെ വിദ്യാഭ്യാസ രേഖകളെല്ലാം കത്തിച്ചു കളഞ്ഞതായും പോലീസ് കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. കേസ് തെളിയിക്കുന്നതിനു വേണ്ടി പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 26 സാക്ഷികളെ വിസ്തരിച്ചു. 25 രേഖകളും ഹാജരാക്കി. എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിലും കേസ് സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പ്രതിഭാഗം വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു. സുപ്രീം കോടതി വിധികളുടെ സഹായത്തോടെ പ്രതിക്കെതിരായുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചാണ് പ്രതിയെ വെറുതെ വിട്ടത്. പ്രതിഭാഗത്തു നിന്നും ആരെയും വിസ്തരിച്ചിരുന്നില്ല. 25 രേഖകൾ വിസ്തരിച്ചു. എല്ലാ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായാണ് മൊഴി നൽകിയതെങ്കിൽ പോലും ഈ വാദം പരിപൂർണമായി വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി കഴിയില്ല. പ്രതിക്കെതിരായുള്ള കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ കഴിയില്ല എന്ന പ്രതിഭാഗം വാദം ഇതിനോടനുബന്ധിച്ച് നിരവധി സുപ്രീം കോടതി വിധികളുണ്ട്. അതനുസരിച്ച് പ്രതിഭാഗം വാദം കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി പ്രതിയെ വെറുതെ വിട്ടത്. പ്രതിക്ക് വേണ്ടി അഭിഭാഷകരായ ഇ പ്രജിത് കുമാർ, അനു രമേശ്, MP സേവ്യർ, ഹെലന ജെയ്സൺ, കുമാരൻ നായർ, TR നാരായണൻ നായർ എന്നിവർ ഹാജരായി. ന്യൂസ് 18 തൃശൂർ. പുനലൂർ മുക്കടവ് ആളുകേറാമലയിലെ ക്രൂര കൊലപാതകം ഏറെ വാർത്താപ്രാധാന്യം നേടിയ സംഭവമാണ്. റബ്ബർ മരത്തിൽ ചങ്ങല കൊണ്ട് ചുറ്റി താഴിട്ട് പൂട്ടിയ നിലയിൽ മൃതദേഹം കണ്ട് 1 മാസത്തിലധികമായിട്ടും പോലീസിന് കാര്യമായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല. ഒടുവിൽ ചില നിർണായക തെളിവുകൾ ലഭിച്ചതായാണ് പോലീസ് പറയുന്നത്. മൃതദേഹം ചങ്ങല കൊണ്ട് കെട്ടി പൂട്ടാൻ ഉപയോഗിച്ച താഴിൻ്റെ താക്കോൽ പോലീസ് കണ്ടെടുത്തു. എന്നാൽ കൊല്ലപ്പെട്ടയാളെയോ കൊല നടത്തിയവരെയോ കണ്ടെത്താൻ ഇനിയും കഴിയാത്തത് പോലീസിനെതിരെ വിമർശനത്തിന് കാരണമാണ്. കൊല്ലപ്പെട്ട ആളെ തിരിച്ചറിയാനായി പോലീസ് സംഘം ഇതര സംസ്ഥാനങ്ങളിലടക്കം അന്വേഷണം നടത്തിവരികയാണ്. ഇതിനിടെ അന്വേഷണ സംഘം മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് നടത്തിയ വിശദമായ തെരച്ചിലിലാണ് ചങ്ങല പൂട്ടാൻ ഉപയോഗിച്ച താക്കോൽ കണ്ടെത്തിയത്. രാവിലെ 10 മണിയോടെ പുനലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള 20ഓളം പേരടങ്ങുന്ന സംഘമാണ് സമീപ സ്ഥലങ്ങളിൽ കാട് വെട്ടിത്തെളിച്ച് തിരച്ചിൽ നടത്തിയത്. ഇവിടെ നിന്നുമാണ് താക്കോൽ കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തി 35 ദിവസത്തിന് ശേഷം ലഭിച്ച ഈ തെളിവ് നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട ശേഷം ഇപ്പോൾ ലഭിച്ച ഈ തെളിവ് കൊണ്ട് മാത്രം കൂടുതൽ അന്വേഷണ പുരോഗതി ഉണ്ടാകുമോ എന്ന സംശയമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. താക്കോൽ എവിടെ നിർമ്മിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. സെപ്റ്റംബർ 23-നാണ് പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് പാലത്തിന് സമീപം ചെങ്കുത്തായ മലമുകളിൽ ചങ്ങലയിൽ പൂട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. വലത് കൈയിലും കാലുകളിലും ചങ്ങല ചുറ്റി മരത്തിലൂടെ താഴിട്ടു പൂട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. വസ്ത്രങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. തീവച്ച് മുഖം വികൃതമാക്കിയിരുന്നു. മൃതദേഹത്തിന് അടുത്തുനിന്ന് കീറിയ നിലയിൽ ഒരു ബാഗും അതിൽ ഒരു മിഠായിയും കുറച്ച് നാണയത്തുട്ടുകളും ഒഴിഞ്ഞ കന്നാസ്, കുപ്പി,
കത്രിക എന്നിവയും മാത്രമാണ് സംഭവ ദിവസം കണ്ടെടുക്കാനായത്. സംഭവം കൊലപാതകമാണ് എന്നും ഇടതുകാലിന് സ്വാധീനമില്ലാത്ത പുരുഷനാണ് മരിച്ചതെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ന്യൂസ് 18 പുനലൂർ. മംഗളൂരുവിലെ ബജറംഗ് ദൾ നേതാവ് സുഹാസ് ഷെട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ NIA കുറ്റപത്രം സമർപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ടിന്റെ 11 നേതാക്കളെ പ്രതികളാക്കിയാണ് കേസ്. ബംഗളൂരുവിലെ NIA പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് NIA കേസ് ഏറ്റെടുത്തത്. കൊലപാതകത്തിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് NIA ആരോപിക്കുന്നത്. സുഹാസ് ഷെട്ടിയുടെ പ്രവർത്തനങ്ങൾ പ്രതികൾ നിരവധി മാസങ്ങളായി നിരീക്ഷിച്ചുവെന്നും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 7 പ്രതികൾ 2 കാറുകളിലായി ഷെട്ടിയുടെ വാഹനത്തെ പിന്തുടർന്നുവെന്നും NIA കുറ്റപത്രത്തിൽ പറയുന്നു. സുഹാസ് ഓടിച്ചിരുന്ന കാറിലിടിച്ച് മനഃപൂർവ്വം അപകടം വരുത്തി. തുടർന്ന് മറ്റൊരു വാഹനം മനഃപൂർവ്വം ഇടിച്ചു കയറ്റി. അതുവഴി ഷെട്ടിക്കും സുഹൃത്തുക്കൾക്കും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടച്ചു. ഷെട്ടിയെ കാൽനടയായി ഓടിച്ച് പിന്തുടർന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നുവെന്നും കുറ്റപത്രത്തിലുണ്ട്. അബ്ദുൾ സഫ്വാൻ എന്ന കലവരു സഫ്വാൻ, നിയാസ് എന്ന നിയ, മുഹമ്മദ് മുസമിർ, നൌഷാദ് എന്നിവർ ചേർന്നാണ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത്. പ്രതിയായ ആദിൽ എന്ന ആദിൽ മഹറൂഫ് ശത്രുത കാരണം കൃത്യം നടത്തുന്നതിനായി പണം നൽകിയിരുന്നു. ഇത് ഉപയോഗിച്ചാണ് മറ്റു പ്രതികളെ റിക്രൂട്ട് ചെയ്തതെന്നും NIA പറയുന്നു. കലന്തർ ഷാഫി എന്ന മണ്ടേ ഷാഫി, നാഗ എന്നും അപ്പു എന്നും അറിയപ്പെടുന്ന M നാഗരാജ, രഞ്ജിത്ത്, റിജു എന്ന മുഹമ്മദ് റിസ്വാൻ, അസറുദ്ദീൻ എന്ന അസർ, അബ്ദുൾ ഖാദർ എന്ന നൌഫൽ എന്നിവരെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മെയ് 1 രാത്രിയിലാണ് സുഹാസ് ഷെട്ടിയെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. സുഹാസിന്റെ കാറിൽ പിക്കപ്പ് ട്രക്ക് ഇടിച്ച ശേഷം മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ന്യൂസ് 18 മംഗളൂരു. 40 ലക്ഷം രൂപ തട്ടിച്ചു എന്ന പരാതിയിൽ വ്യവസായി മുഹമ്മദ് ഷെർഷാദ് അറസ്റ്റിൽ. എറണാകുളം സൗത്ത് പോലീസാണ് ചെന്നൈയിൽ നിന്ന് ഷെർഷാദിനെ അറസ്റ്റ് ചെയ്തത്. കൊച്ചി സ്വദേശികളാണ് പരാതിക്കാർ. CPM-നെതിരെ ഷെർഷാദ് നേരത്തെ സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ചു. താൻ ഡയറക്ടറായ കമ്പനിയിൽ ലാഭവിഹിതവും ഓഹരി പങ്കാളിത്തവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത 2 പേരിൽ നിന്നായി 40 ലക്ഷം രൂപ തട്ടിയെന്നാണ് പരാതി. ഷെർഷാദിന് ഒപ്പം കമ്പനി സിഇഒയായ തമിഴ്നാട് സ്വദേശിയും കേസിലെ പ്രതിയാണ്. കൊച്ചി സൗത്ത് പോലീസ് ചെന്നൈയിലെത്തി ഷെർഷാദിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊച്ചി സ്വദേശികളാണ് പരാതി നൽകിയത്. നേരത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മകനുമെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണം ഉന്നയിച്ചയാളാണ് മുഹമ്മദ് ഷെർഷാദ്. UK-യിലെ മലയാളി വ്യവസായി രാജേഷ് കൃഷ്ണയും CPM-ലെ ഉന്നതരായ നേതാക്കളും അനധികൃതമായി ഇടപാടുകൾ നടത്തിയെന്ന് ഷെർഷാദ് CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് കത്ത് നൽകിയിരുന്നു. രാജേഷ് കൃഷ്ണ CPM നേതാക്കളുടെ ബെനാമിയാണെന്നും ഇയാൾ ആരോപിച്ചിരുന്നു. തുടർന്ന് MV ഗോവിന്ദൻ, TM തോമസ് ഐസക് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഇയാൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചു. ഇതിലെ നടപടികൾ തുടരുകയാണ്. അതിനിടെയാണ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്ന പരാതിയിൽ ഷെർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലെത്തിക്കുന്ന ഷെർഷാദിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിൽ വൻ സൈബർ തട്ടിപ്പ് സംഘം പിടിയിൽ. ഓപ്പറേഷൻ സൈഹണ്ടിൽ 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായി. തട്ടിപ്പിലൂടെ ലഭിച്ച പണം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നതിനിടെയാണ് പ്രതികൾ കുടുങ്ങിയത്. കൂടുതൽ വിദ്യാർത്ഥികളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടോ വിമലാദിത്യ പറഞ്ഞു.
സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിലാണ് കൊച്ചിയിൽ 3 വിദ്യാർത്ഥികൾ പിടിയിലായത്. ഏലൂർ സ്വദേശി അഭിഷേക് വിജു, വെങ്ങോല സ്വദേശി ഹാഫിസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്നും ഒരു ദിവസം മാത്രം പിൻവലിച്ചത് 6 ലക്ഷത്തിലേറെ രൂപയാണ്. അഭിഷേക്, ഹാഫിസ് എന്നിവർ തൃക്കാക്കരയിലെ കോളേജ് വിദ്യാർത്ഥികളാണ്. ഓൺലൈൻ ഗെയിമിംഗിലൂടെ പണം ലഭ്യമാക്കാമെന്ന് കബളിപ്പിച്ചാണ് തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ സമീപിക്കുന്നതെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. നമുക്ക് കുറെ ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറെ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിന്റെ ലിമിറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും. ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറേ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൗണ്ടുകൾ ഏൽപ്പിച്ചത്. വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ ദുബായിലേക്കാണ് കൈമാറിയത്. വിദ്യാർത്ഥികളെയും തട്ടിപ്പ് സംഘത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പെരുമ്പാവൂർ സ്വദേശിക്കായി അന്വേഷണം ഊർജിതമാക്കി. തട്ടിപ്പിന് ഉപയോഗിച്ചതായി കൊച്ചിയിൽ മാത്രം കണ്ടെത്തിയത് 300 അക്കൗണ്ടുകളാണ്. തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം പിൻവലിച്ചു നൽകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് കമ്മീഷൻ ലഭിക്കും. കോളേജുകൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് കമ്മീഷണർ വ്യക്തമാക്കി. കൂടുതൽ വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് അറിയുന്നില്ല ഇവർ ഇത്തരത്തിലുള്ള അവർ കൊടുക്കുന്ന അക്കൗണ്ടുകൾ വലിയ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നത്. അപ്പോൾ കൂടുതൽ കുട്ടികൾ ഇതുപോലെ അക്കൗണ്ട് എടുത്തു കൊടുക്കുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കണമെന്നതാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് പറയാനുള്ളത്. ഓപ്പറേഷൻ സൈഹണ്ടിൽ വ്യാഴാഴ്ച മാത്രം 263 പേരാണ് സംസ്ഥാനത്ത് അറസ്റ്റിലായത്. 382 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്തുള്ള തട്ടിപ്പുകൾ ഏറുകയാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നവരാണ് ഇത്തരക്കാരുടെ കെണിയിൽ കുടുങ്ങുന്നത്. ഇങ്ങനെ തട്ടിപ്പ് നടത്തിയ 3 പേർ മലപ്പുറത്ത് പിടിയിലായി. ഇരുമ്പിളിയം സ്വദേശികളായ മുഹമ്മദ് ജാസിൽ, മുഹമ്മദ് കുട്ടി, മാവണ്ടൂർ സ്വദേശി അബ്ദുറഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. ലഹരിമരുന്ന് കച്ചവടം, ഹവാല ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്കാണ് പ്രതികൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി വളാഞ്ചേരിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് 3 പേരെ പിടികൂടിയത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുത്താണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. കേസിൽ ഇരുമ്പിളിയം സ്വദേശികളായ മുഹമ്മദ് ജാസിൽ KT, മുഹമ്മദ് കുട്ടി KP, മാവണ്ടിയൂർ സ്വദേശി അബ്ദുറഹ്മാൻ എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ മൊബൈൽ ഫോൺ, പാസ്ബുക്ക് എന്നിവ പിടിച്ചെടുത്തു. ലഹരിമരുന്ന് കച്ചവടം, കള്ളപ്പണ ഇടപാടുകൾ എന്നിവയ്ക്കായാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. പിടിയിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഇവർ മറ്റുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുക്കുന്നത്. അക്കൗണ്ടുകളുടെ യഥാർത്ഥ ഉടമകൾക്ക് ലാഭം വാഗ്ദാനം ചെയ്ത് കബളിപ്പിക്കുകയാണ് പ്രതികൾ ചെയ്തിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി നടത്തിയ സീഹണ്ട് ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു മലപ്പുറത്തെയും പരിശോധന. ന്യൂസ് 18 തിരൂർ. ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പാലക്കാട് വിളയൂർ സ്വദേശികളായ യുവതിയെയും യുവാവിനെയും കസ്റ്റഡിയിലെടുത്ത് തെലങ്കാന പോലീസ്. വിളയൂർ സ്വദേശി കടക്കാട്ടുപറമ്പിൽ മുഹമ്മദ് ഫാരിസിനെയും പേരടിയൂർ സ്വദേശിനി പ്രിയയെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. മുഹമ്മദ് ഫാരിസ് പ്രിയയെ കബളിപ്പിച്ചാണ് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയതെന്ന് പോലീസ് പറയുന്നു. തെലങ്കാന ആസ്ഥാനമായി നടന്ന ഓൺലൈൻ തട്ടിപ്പിൽ പണം കൈമാറിയ അക്കൗണ്ട് തെരഞ്ഞാണ് തെലങ്കാന പോലീസ് പട്ടാമ്പി വിളയൂരിൽ എത്തിയത്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലാണ് വിളയൂർ, പേരടിയൂർ സ്വദേശികൾ കുറ്റകൃത്യത്തിൽ കണ്ണികളായിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചത്. വിളയൂർ സ്വദേശി കടക്കാട്ടുപറമ്പിൽ 25-കാരനായ മുഹമ്മദ് ഫാരിസിനെയും പേരടിയൂർ സ്വദേശിനി പ്രിയയെയുമാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്.
മുഹമ്മദ് ഫാരിസ് പ്രിയയെ കബളിപ്പിച്ചാണ് അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കൊപ്പം സ്റ്റേഷനിൽ ഹാജരാക്കിയ പ്രതികളെ തെലങ്കാനയിലേക്ക് തുടരന്വേഷണത്തിനായി കൊണ്ടുപോയി. ഇവരുടെ ബന്ധുക്കൾ തെലങ്കാനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് 18 പട്ടാമ്പി. ഗോൾഡൻ വാലി നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി താരാകൃഷ്ണൻ അറസ്റ്റിലായെങ്കിലും സംശയങ്ങൾ ഇനിയും ബാക്കിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നായി നിരവധി പരാതികൾ ഉയർന്നെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 31 ലക്ഷം രൂപയുടെ തട്ടിപ്പിൽ മാത്രമാണ്. കേസിൽ മറ്റു പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഗോൾഡൻ വാലി നിധി തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി താരാകൃഷ്ണനെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിറ്റി പോലീസ് തമ്പാനൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയത്. ഈ ഒരു വർഷം മുമ്പാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വന്നത്. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ ആരോപണമാണ് ഗോൾഡൻ വാലി നിധി ഉടമകൾക്കെതിരെ ഉയർന്നു വന്നത്. അതിന് പിന്നാലെ ഈ താരാകൃഷ്ണനും ഭർത്താവും കാനഡയിലേക്ക് മുങ്ങുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം രഹസ്യമായി നാട്ടിലേക്ക് വരുന്നുവെന്ന വിവരം തിരുവനന്തപുരം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നവർ പിടിയിലായത്. ഇവരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. താരാകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന വിലയിരുത്തലിലാണ് പോലീസ് ഉള്ളത്. തിരുവനന്തപുരത്ത് തമ്പാനൂരിന് പുറമെ ആര്യനാട്, കാട്ടാക്കട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി നിരവധി പരാതികൾ ഇവർക്കെതിരെ ഉയർന്നു വന്നെങ്കിലും 31 ലക്ഷം രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മാത്രമേ കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നാണ് വിവരം. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്ന് ആരോപണം നേരിടുന്ന ഈ ഗോൾഡൻ വാലി നിധി കമ്പനിയുടെ ഉടമകളെ രക്ഷിക്കാനായി ബോധപൂർവമായി ഉന്നത തലത്തിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന സംശയവും ബലപ്പെടുകയാണ്. കാരണം അത്തരത്തിൽ നിരവധി പരാതികൾ ഈ സ്ഥാപനത്തിനും ഉടമകൾക്കുമെതിരെ ഉയർന്നു വന്നിട്ടും ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏതാനും പരാതികളിൽ മാത്രമാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ മറ്റൊരു കേസിലെ കൂട്ടുപ്രതിയായ KT തോമസിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഊർജിതമാക്കിയിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇയാൾ ഈ കേസ് മുറുകിയതോടെ ഇവിടെ നിന്ന് കുവൈറ്റിലേക്ക് കടന്നുവെന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. പിന്നീട് ഇയാളെ സംബന്ധിച്ച വിശദാംശങ്ങളൊന്നും ഉദ്യോഗസ്ഥർക്കും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതോടൊപ്പം താരാകൃഷ്ണനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വ്യാപ്തി എത്രത്തോളമാണ്, എത്ര കോടി രൂപ നിക്ഷേപകരുടെ എത്ര കോടി രൂപ തട്ടിയെടുത്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരുമെന്ന നിഗമനത്തിലാണ് തിരുവനന്തപുരം സിറ്റി പോലീസ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ ഡ്രൈവറുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് കാർ തട്ടിയെടുത്തു. മണിക്കൂറുകൾക്കകം GPS സഹായത്തോടെ പോലീസ് കാർ കണ്ടെത്തി. മുണ്ടത്തിക്കോട് സ്വദേശി വിനോദിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സിനിമാ സ്റ്റൈൽ ആക്രമണമുണ്ടായത്. മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ടാക്സി സ്റ്റാൻഡിൽ നിന്നാണ് 3 അംഗ സംഘം ആലുവയ്ക്കെന്ന വ്യാജേന വിനോദിന്റെ വാഹനത്തിൽ കയറിയത്. യാത്രാമധ്യേ വെളപ്പായ ഭാഗത്തുനിന്ന് മദ്യം വാങ്ങി സംഘം വടക്കാഞ്ചേരി തെക്കും കരയിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വാഹനം നിർത്തിച്ചു. തുടർന്ന് വിനോദിന്റെ മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞ് ക്രൂരമായി മർദ്ദിച്ച ശേഷം കാറുമായി കടന്നു കളയുകയായിരുന്നു. വിനോദിന്റെ പരാതിയെ തുടർന്ന് അന്വേഷണം ആരംഭിച്ച പോലീസ് GPS സഹായത്തോടെ കുന്നംകുളത്ത് നിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വാഹനം കണ്ടെത്തി. എന്നാൽ പ്രതികൾ കടന്നുകളഞ്ഞു. സമീപ പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ പരിശോധിച്ച പോലീസ് 3 അംഗ സംഘത്തിനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. ധർമ്മസ്ഥല കേസിൽ SIT അന്വേഷണത്തിന് തിരിച്ചടി. അന്വേഷണം കർണാടക ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സൗജന്യ ആക്ഷൻ കമ്മിറ്റി സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. അതേസമയം 2 പതിറ്റാണ്ടായി ധർമ്മസ്ഥലയിൽ നിന്ന് നിരവധി ആളുകളെ കാണാതായ കേസുകളിൽ അന്വേഷണം തുടരാനും കോടതി ഉത്തരവിട്ടു. ധർമ്മസ്ഥല, ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത അസ്വാഭാവിക മരണങ്ങൾ സംബന്ധിച്ച അന്വേഷണം തുടരാനാണ്
കോടതിയുടെ നിർദ്ദേശം. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ SIT അന്വേഷണം ഹൈക്കോടതി സ്റ്റേ ചെയ്തു. സൗജന്യ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർ സമർപ്പിച്ച ഹർജിയിലാണ് ഉത്തരവ്. ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകർക്ക് നേരെ SIT രജിസ്റ്റർ ചെയ്ത FIRകൾ റദ്ദാക്കണമെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം. ആക്ഷൻ കമ്മിറ്റി നേതാക്കളായ മഹേഷ് ഷെട്ടി തിമിരോടി, ഗിരീഷ് മട്ടന്നവർ, വിട്ടൽ ഗൌഡ, ജയന്ത് ടി എന്നിവരെ BNSലെ 35(3) വകുപ്പ് പ്രകാരം നിരന്തരം വിളിച്ചു വരുത്തുകയും അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നായിരുന്നു ആരോപണം. FIR ഫയൽ ചെയ്തതിലെ നടപടിക്രമങ്ങളിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് മുഹമ്മദ് നവാസാണ് സ്റ്റേ അനുവദിച്ചത്. ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ S ബാലനും ദീപക് ഗോസലിയുമാണ് ഹാജരായത്. ആദ്യഘട്ടത്തിൽ BNS 183 പ്രകാരം ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരെ സാക്ഷികളായാണ് വിളിച്ചു വരുത്തിയതെന്നും എന്നാൽ നിലവിൽ ഇവർ കേസിൽ സംശയിക്കപ്പെടുന്നവരാണെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ B ജഗദീഷ് കോടതിയെ അറിയിച്ചു. ഈ FIRലെ അന്വേഷണമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തതെങ്കിലും കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ധർമ്മസ്ഥലയിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ കാണാതായ കേസുകളിൽ ധർമ്മസ്ഥല, ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ അന്വേഷണം തുടരാനും കോടതി ഉത്തരവിട്ടു. അസ്വാഭാവിക മരണം സംബന്ധിച്ച റിപ്പോർട്ടുകളിലും അന്വേഷണം തുടരാമെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ന്യൂസ് 18 ധർമ്മസ്ഥല. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കരിപ്പൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരനിൽ നിന്ന് 1 കോടി രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. മലപ്പുറം നടുവട്ടം സ്വദേശി നൌഫൽ പുത്തൻകോട്ട് എന്ന യാത്രക്കാരനിൽ നിന്നാണ് സ്വർണ്ണമിശ്രിതം കണ്ടെടുത്തത്. കണ്ണൂർ പരിയാരത്ത് പോലീസിന്റെ സമർത്ഥമായ നീക്കത്തിലൂടെ 80 ലക്ഷത്തിന്റെ കുഴൽപ്പണം പിടികൂടി. പുഷ്പഗിരി സ്വദേശി നാസിഫ്, അമ്മംകുളം സ്വദേശി മുഹമ്മദ് ഷാഫി, ചാലോട് സ്വദേശി പ്രവീൺ എന്നിവർ പിടിയിൽ. പ്രണയബന്ധമേർത്തതിന് മകളും സുഹൃത്തുക്കളും ചേർന്ന് അമ്മയെ കൊലപ്പെടുത്തി. സൗത്ത് ബംഗളൂരുവിലെ ഉത്തരഹള്ളിയിലാണ് നടക്കുന്ന സംഭവം. 34-കാരിയായ നേത്രാവതിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവുമായി വേർപിരിഞ്ഞ നേത്രാവതി മകൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ബന്ധുവിൻ്റെ മകൻ്റെ സുഹൃത്തായ 17-കാരനുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നു. കാമുകനും സുഹൃത്തുക്കളും പലപ്പോഴും വീട്ടിൽ വരാറുണ്ടെന്ന് പറഞ്ഞ നേത്രാവതി മകളെ വിലക്കിയതാണ് കൊലയ്ക്ക് കാരണം. പെൺകുട്ടിയും 4 ആൺസുഹൃത്തുക്കളും ചേർന്നാണ് നേത്രാവതിയെ കൊലപ്പെടുത്തിയത്. എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതികൾ പ്രായപൂർത്തിയാകാത്തവരാണെന്ന് പോലീസ് പറഞ്ഞു. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.